ഹായ് സ്റ്റുഡൻസ്, S3 ബിടെക് ഗ്രൂപ്പ് ബി ആൻഡ് സിയുടെ മാത്തമാറ്റിക്സ് ക്ലാസ്സുകളാണ് നമ്മൾ ആരംഭിക്കുന്നത്. ഗ്രൂപ്പ് ബിയുടെയും സിയുടെയും സിലബസ് കോമൺ സിലബസ് ആണ്. അതിൽ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഫൊറിയർ ഇൻ്റഗ്രൽ ആൻഡ് ഫൊറിയർ ട്രാൻസ്ഫോം, സെക്കൻഡ് ഇൻ്റഗ്രൽ കോംപ്ലക്സ് ഡിഫറൻസിയേഷൻ, അതായത് അനലിറ്റിക് ഫംഗ്ഷൻ, കോഷി റീമാൻ ഇക്വേഷൻസ് ഒക്കെയാണ്. തേർഡ് മൊഡ്യൂൾ കോംപ്ലക്സ് ഇൻ്റഗ്രേഷനും, ഫോർത്ത് മൊഡ്യൂൾ അതിൻ്റെ ആപ്ലിക്കേഷൻ, ടൈലർ സീരീസും മെക്ലോറിൻ സീരീസും ഒക്കെയാണ് വരുന്നത്. ഇത്രയുമാണ് 4 മൊഡ്യൂളുകളായിട്ടുള്ളത്. അപ്പോൾ S3 എന്ന് പറയുമ്പോൾ പൊതുവേ അതിനകത്ത് നമ്മുടെ റെഗുലർ സ്റ്റുഡൻസ് കൂടാതെ ലാറ്റർ എൻട്രി സ്റ്റുഡൻസുകൾ കൂടി വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ പാറ്റേൺ എന്ന് പറയുകയാണ്. നമുക്ക് പാർട്ട് എയിൽ 4 മൊഡ്യൂളിൽ നിന്നും മുഴുവൻ 8 ക്വസ്റ്റ്യൻ വരും. ഒരു ക്വസ്റ്റ്യന് 3 മാർക്ക് വീതം, അങ്ങനെ 24 മാർക്ക്. അത് കമ്പൽസറി ക്വസ്റ്റ്യൻസുകളാണ്, അതിൽ ചോയ്സ് ഒന്നും ഉണ്ടായിരിക്കില്ല. പിന്നീട് വരുന്ന ഓരോ മൊഡ്യൂളിൽ നിന്നും പാർട്ട് ബിയിൽ വരുന്നത് ഒരു മൊഡ്യൂളിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് വീതം. 2 ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ അതിൻ്റെ സബ് ക്വസ്റ്റ്യൻസുകളൊക്കെ ഉണ്ടായിരിക്കാം. ഒരു 3-4 സെക്ഷനായിട്ട് സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കാം. ആ 2 ക്വസ്റ്റ്യനകത്തുനിന്ന് നമ്മൾ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഫുള്ളായിട്ട് ചെയ്യണം. ഒരു ക്വസ്റ്റ്യന് 9 മാർക്കാണ്, അങ്ങനെ 36 മാർക്ക്. അപ്പോൾ 36ഉം 24ഉം 60 മാർക്കാണ് ടോട്ടൽ നമ്മൾ റിട്ടൺ എക്സാമിനേഷൻ. അപ്പോൾ നമ്മൾ 60 മാർക്ക് റിട്ടൺ എക്സാമിനേഷനാണ്. അതിൻ്റെ 40% 24 മാർക്ക് വാങ്ങിയെങ്കിൽ മാത്രമേ നമുക്ക് പാസ്സാകാൻ കഴിയുള്ളൂ. അതോടൊപ്പം തന്നെ ഒരു സെമസ്റ്ററിൽ നമുക്ക് 40 മാർക്ക് ഇൻറ്റേർണൽ ആണ്. ഇൻറ്റേർണൽ പൊതുവേ 40-ൽ 30-ന് മുകളിലൊക്കെ എല്ലാവർക്കും കൃത്യമായി ക്ലാസ്സിൽ പോവുകയും അസൈൻമെൻറ്റ് വെക്കുകയും പരീക്ഷയൊക്കെ വൃത്തിയായിട്ട് എഴുതുകയും ചെയ്യുന്നവർക്ക് 30 എബോ എന്തായാലും കിട്ടും. അപ്പോൾ ഈ 40 മാർക്ക് നമ്മുടെ അധ്യാപകർ തരുന്നതാണ്. അതിനകത്ത് നമ്മൾ ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ 60 മാർക്കിൽ 24 മാർക്ക് നമുക്ക് മിനിമം ലഭിച്ചെങ്കിലേ പാസ്സാകാനായിട്ട് കഴിയുള്ളൂ. 24 മാർക്ക് എന്ന് പറയുന്നത് നമുക്ക് 4 മൊഡ്യൂളിനകത്തുനിന്ന് വളരെ സിമ്പിളായിട്ട് നേടാൻ പറ്റുന്നതേ ഉള്ളൂ. വളരെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് സുഖമായിട്ട് തന്നെ, അതായത് 4 മൊഡ്യൂളിൽ നിന്ന് ഒരു മൊഡ്യൂളിൽ നിന്ന് 6 മാർക്ക് വെച്ച് കിട്ടിയാൽ പോലും നമുക്ക് 24 മാർക്ക് കിട്ടും. എന്നാൽ നമുക്ക് ആ 24 മാർക്ക് മേടിക്കുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം. നമുക്കതിനകത്തുനിന്ന് പരമാവധി സ്കോർ ചെയ്യാവുന്ന ഒരു 60% മാർക്കെങ്കിലും നമുക്ക് അതിനകത്ത് സ്കോർ ചെയ്യണം. അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ ചെയ്തു തരും. അതായത് നമ്മൾ പഠിപ്പിക്കുന്ന ക്വസ്റ്റ്യൻസുകൾ മിനിമം ഒരു 3 തവണയെങ്കിലും കൃത്യമായി എഴുതി പഠിക്കണം. മിനിമം എത്രത്തോളം കൂടുതൽ എഴുതി പഠിക്കുന്നോ അത്രത്തോളം നമുക്ക് സ്പീഡായിട്ട് ചെയ്യാൻ കഴിയും. അപ്പം ഒരിക്കലും മറ്റു സബ്ജക്റ്റുകളെ പോലെ വായിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കരുത്. വായിച്ച് പഠിച്ചാൽ മാത്തമാറ്റിക്സ് ഒരിക്കലും ഒരു ക്വസ്റ്റ്യൻ പോലും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് എഴുതാൻ കഴിയില്ല. നമ്മൾ ചെയ്തുകൊണ്ട് വരുമ്പോൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് സ്റ്റക്കായി പോകും. അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടുന്നത്, നമ്മൾ പഠിപ്പിക്കുന്ന നോട്ടുകൾ ബുക്കിൽ തയ്യാറാക്കുക. അതിനുശേഷം അത് എഴുതി പഠിക്കുക. എഴുതി പഠിച്ചതിന് ശേഷം ആ ക്വസ്റ്റ്യൻസ് ഒന്ന് തനിയെ ചെയ്ത് നോക്കുക. തനിയെ ചെയ്ത് നോക്കിയിട്ട് അത് നമ്മുടെ നോട്ടുമായിട്ട് നിങ്ങൾ തന്നെ ഇവാലുവേറ്റ് ചെയ്യുക. ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം എവിടേക്കാണ് തെറ്റുന്നത്. അത് നമ്മുടെ നോട്ട്ബുക്കിനകത്ത് ഒരു പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്യുക. അടുത്ത തവണ പഠിക്കുമ്പോൾ കുറച്ചും കൂടെ ശ്രദ്ധ ആ ഭാഗത്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അത് സിമ്പിളായിട്ട് പഠിക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് മൊഡ്യൂൾ ഫൊറിയർ ഇൻ്റഗ്രൽ ആണ്. അപ്പോൾ ഫൊറിയർ ഇൻ്റഗ്രൽ എന്ന് പറയുമ്പോൾ ഡബിൾ ഇൻ്റഗ്രലാണ് വരുന്നത് എന്ന് വിചാരിച്ച് നമ്മൾ ഭയക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസുകളും കൃത്യമായി നമ്മളിവിടെ പറഞ്ഞു തരും. ആ ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചാലും നിങ്ങൾക്ക് അതിനകത്ത് ഫുൾ മാർക്ക് നേടാൻ കഴിയും. അപ്പോൾ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് അല്ലെങ്കിൽ ബിടെക് S1 S2 പഠിച്ച കുട്ടികൾ അത്യാവശ്യം വേണ്ടുന്ന മാത്സുകൾ ബേസിക് ഐഡിയകൾ അവർക്കുണ്ടാകും. എന്നാൽ S3യിലേക്ക് വരുന്ന ഡിപ്ലോമ കഴിഞ്ഞ് വരുന്ന LET സ്റ്റുഡൻസ്, അവർക്ക് ഡിപ്ലോമയുടെ മാത്സ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ മാത്സ് ആണ്. +2 കുട്ടികൾ പഠിക്കുന്ന മാത്സ് പോലും അവർക്ക് പഠിക്കാനില്ല. ചെറിയ ട്രിഗണോമെട്രിയും ചെറിയ ഡിഫറൻഷ്യൽ ഇക്വേഷനും ഒക്കെ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ കുറച്ച് കാര്യങ്ങൾ പ്രീ റിക്വസിറ്റ് ആയിട്ട് വേണ്ടുന്ന കാര്യങ്ങൾ ഒന്ന് പറഞ്ഞ് പോകാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് വളരെ കൃത്യമായി ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഫൊറിയർ സീരീസ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻഫിനിറ്റ് സീരീസ് റെപ്രസെൻറ്റേഷൻ ഓഫ് പീരിയോഡിക് ഫംഗ്ഷൻസ് ഓഫ് ട്രിഗണോമെട്രിക് സൈൻ ആൻഡ് കൊസൈൻ ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഒരു ഇൻഫിനിറ്റ് സീരീസ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം സിഗ്മ n is equal to 1 to infinity f of x എന്തോ ആയിക്കോട്ടെ. അതായത് സമ്മേഷൻ 1 to infinity, ഇൻഫിനിറ്റ് ടേംസുകളുടെ സമ്മായിട്ട് വരുന്നതിനെയാണ് നമ്മൾ ഇൻഫിനിറ്റ് സീരീസ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു ഇൻഫിനിറ്റ് സീരീസ് റെപ്രസെൻറ്റേഷൻ ഓഫ് പീരിയോഡിക് ഫംഗ്ഷൻസ് ഓഫ് ട്രിഗണോമെട്രിക് സൈൻ ആൻഡ് കൊസൈൻ ഫംഗ്ഷൻ. അപ്പോൾ എന്താണ് പീരിയോഡിക് ഫംഗ്ഷൻ ഒന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ പീരിയോഡിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. f of x ഒരു ഫംഗ്ഷൻ, there is a positive constant capital T such that f of x plus t equal to f of x for all x in the interval. അതായത് ഒരു ഫംഗ്ഷനകത്തെ
എക്സിനോട് ഒരു പർട്ടിക്കുലർ കോൺസ്റ്റന്റ്, ഒരു പോസിറ്റീവ് കോൺസ്റ്റന്റ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഫംഗ്ഷൻ തന്നെ തിരിച്ചു കിട്ടണം. അങ്ങനെ വരുന്ന ഫംഗ്ഷൻസിനെയാണ് പീരിയോഡിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പൊ ഇങ്ങനെ എഫ് ഓഫ് എക്സ് പ്ലസ് ടി ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണെങ്കിൽ എഫ് ഓഫ് എക്സ് ഈസ് എ പീരിയോഡിക് ഫംഗ്ഷൻ വിത്ത് പീരീഡ് ടി ആണ്. ഫോർ എക്സാമ്പിൾ, സൈൻ ഫംഗ്ഷൻ, കൊസൈൻ ഫംഗ്ഷൻ ആർ പീരിയോഡിക് വിത്ത് പീരിയഡ് 2π. അതുപോലെ തന്നെ ടാൻ എക്സ്, കോട്ട് എക്സ് ആർ പീരിയോഡിക് വിത്ത് പീരിയഡ് π. ഓക്കെ, സൈൻ എക്സും കോസ് എക്സും പീരിയോഡിക് ഫംഗ്ഷൻ ആണ്, അതിന്റെ പീരീഡ് 2π ആണ്. ടാൻ എക്സ്, കോട്ട് എക്സ് എന്ന് പറയുന്നത് പീരിയോഡിക് ഫംഗ്ഷൻ തന്നെയാണ്, പക്ഷെ പീരീഡ് π ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു പീരിയോഡിക് ഫംഗ്ഷൻ എന്താണെന്ന്. അപ്പോൾ അതിന്റെ ഒരു പ്രത്യേകത കൂടി ഒന്ന് മനസ്സിലാക്കാം. എഫ് ഓഫ് എക്സ് ഒരു പീരിയോഡിക് ഫംഗ്ഷൻ ആണ് വിത്ത് പീരീഡ് ടി ആണ്, അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് പീരിയോഡിക് ഫംഗ്ഷൻ ആണ്, അതിന്റെ പീരീഡ് ടി ആണെങ്കിൽ ഏത് കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ k ഈക്വൽ ടു +or-1 +or-2 എക്സെട്ര അത് വീണ്ടും പീരിയോഡിക് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ വരുന്ന, അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് പ്ലസ് ടി ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് വരുന്ന സ്മോളസ്റ്റ് പോസിറ്റീവ് ടി ആണ് ഫണ്ടമെന്റൽ പീരീഡ്, അല്ലെങ്കിൽ പ്രിമിറ്റീവ് പീരീഡ്, അല്ലെങ്കിൽ സിംപ്ലി പീരീഡ് എന്ന് പറയുന്നത്. അപ്പൊ അതോടൊന്ന് മനസ്സിലാക്കാം. ഫണ്ടമെന്റൽ പീരീഡ് or primitive period അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് പീരീഡ് എന്ന് നമ്മൾ പറയുന്നത് the smallest positivity of f of x plus t equal to f of x. എഫ് ഓഫ് എക്സ് പ്ലസ് ടി എഫ് ഓഫ് എക്സ് ആകുന്ന സ്മോളസ്റ്റ് പോസിറ്റീവ് പീരീഡ് ടി എ ആണ് ഫണ്ടമെന്റൽ പീരീഡ്, അല്ലെങ്കിൽ പ്രിമിറ്റീവ് പീരീഡ്, അല്ലെങ്കിൽ സിംപ്ലി നമ്മൾ പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ പീരിയോഡിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈവൻ ആൻഡ് ഓഡ് ഫംഗ്ഷൻസ് എന്താണെന്ന് നോക്കാം. ഒരു ഫംഗ്ഷൻ ഈവൻ ആണെന്ന് പറയണമെങ്കിൽ എഫ് ഓഫ് എക്സിനകത്തെ എക്സിനെ മാറ്റി നമ്മൾ -x ആക്കുമ്പോൾ നമുക്ക് എഫ് ഓഫ് എക്സ് തന്നെ കിട്ടണം. അങ്ങനെയാണെങ്കിൽ അതിനെ ഈവൻ ഫംഗ്ഷൻ എന്ന് പറയും. ആൻഡ് ഇനി നമുക്ക് എഫ് ഓഫ് -x കൊടുത്തു, എക്സ് റീപ്ലേസ് ചെയ്ത് -x ആക്കുമ്പോൾ നമുക്ക് -f of x ആണ് കിട്ടുന്നതെങ്കിൽ അതിനെ ഓഡ് ഫംഗ്ഷൻ എന്ന് പറയും. ഓർത്തിരിക്കുക, എഫ് ഓഫ് -x എഫ് ഓഫ് എക്സ് ആണെങ്കിൽ അത് ഈവൻ ഫംഗ്ഷനും, എഫ് ഓഫ് -x -f of x ആണെങ്കിൽ അത് ഓഡ് ഫംഗ്ഷനും ആയിരിക്കും. അപ്പോൾ അവിടെ നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് നോക്കാം. ഒന്ന്, എക്സ് പ്ലസ് എക്സ് സ്ക്വയർ, അതായത് എക്സ് മാത്രമാണെങ്കിൽ അത് ഓഡ് ഫംഗ്ഷൻ ആണ്, എക്സ് സ്ക്വയർ ആകുമ്പോൾ ഈവൻ ഫംഗ്ഷൻ ആണ്. ഓഡിന്റെയും ഈവന്റെയും കൂടെ സം എടുത്തു കഴിഞ്ഞാൽ അതൊരിക്കലും ഈവനും ആകത്തില്ല, ഓഡും ആകത്തില്ല. നെയ്തർ ഈവൻ നോർ ഓഡ്. നമുക്ക് അതുപോലെ തന്നെ അറിയാം, ഇപ്പോൾ ഈവൻ ഫംഗ്ഷൻ എക്സാമ്പിൾ കോസ് എക്സ് ഈവൻ ഫംഗ്ഷൻ ആണ്. എന്തുകൊണ്ടാ? എക്സ് മാറ്റി -x ആക്കിയാൽ കോസ് -x കോസ് എക്സ് തന്നെയാണ്, അപ്പോൾ അത് ഈവൻ ഫംഗ്ഷൻ ആണ്. എന്നാൽ സൈനോ, സൈൻ -x sin x ആണ്, അപ്പം sin x എന്ന് പറയുന്നത് ഓഡ് ഫംഗ്ഷൻ ആണ്. അപ്പോൾ അതും കൂടെ ഒന്ന് ഓർത്തിരിക്കാം. കോസ് എക്സ് ഈസ് ആൻ ഈവൻ ഫംഗ്ഷൻ. എന്തുകൊണ്ടാ? സിൻസ് കോസ് -x ഈക്വൽ ടു കോസ് എക്സ് ആൻഡ് sin x is an odd function since sin -x equal to -sin x ആണ്. ഇനി ഈവൻ ഫംഗ്ഷന്റെ സം എടുത്താലും ഡിഫറൻസ് എടുത്താലും ഈവൻ തന്നെ ആയിരിക്കും. ഓഡ് ഫംഗ്ഷന്റെ സം എടുത്താലും ഡിഫറൻസ് എടുത്താലും ഓഡ് ഫംഗ്ഷൻ തന്നെയായിരിക്കും. ഈവൻ ഇൻറ്റു ഈവൻ എന്ന് പറഞ്ഞാൽ ഈവൻ തന്നെ ആയിരിക്കും. ഓഡ് ഇൻറ്റു ഓഡ് എന്ന് പറഞ്ഞാൽ ഈവൻ ആയിരിക്കും, അല്ലേ? ഓഡ് ഇൻറ്റു ഓഡ്, എക്സ് ഇൻറ്റു എക്സ് ക്യൂബ്, x⁴ ഈവൻ. എക്സാമ്പിൾ നമുക്ക് നോക്കാം. എക്സ് ഒരു ഓഡ് ഫംഗ്ഷൻ, എക്സ് ക്യൂബ് ഒരു ഓഡ് ഫംഗ്ഷൻ, മൾട്ടിപ്ലൈ ചെയ്തു x⁴ ഈവൻ ഫംഗ്ഷൻ ആയി. അതുപോലെ തന്നെ x⁴
ഓഡ് ഫംഗ്ഷൻ എക്സ് റൈസ് ടു 5 എടുത്തു, എക്സ് റൈസ് ടു 8 ഈവൻ ഫംഗ്ഷൻ. അപ്പൊ ഇവിടെ ഓർത്തിരിക്കുക, ഇവിടെ നമ്മൾ എഴുതുമ്പോഴുള്ള ഒരു ഫോർമുല ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ എന്ന് പറഞ്ഞാൽ എ റൈസ് ടു എം പ്ലസ് എൻ ആയിരിക്കും. ഇനി ഈവൻ ഇൻറ്റു ഓഡ് എന്ന് പറയുന്നത് ഓഡ് ഫംഗ്ഷൻ ആയിരിക്കും. ഈവനെയും ഓഡിനെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ഓഡ് ഫംഗ്ഷൻ ആയിരിക്കും. നമുക്ക് നോക്കാം. സെയിം എക്സ് ഇൻറ്റു എക്സ് ഓഡ് ഫംഗ്ഷൻ എക്സ് സ്ക്വയർ ഈവൻ ഫംഗ്ഷൻ എന്തായി? എക്സ് ക്യൂബ് ഓഡായി. അപ്പൊ ഇത് ഓഡ് ഫംഗ്ഷൻ, ഇത് ഈവൻ ഫംഗ്ഷൻ, മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടിയിരിക്കുന്നത് ഓഡ് ഫംഗ്ഷൻ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ അതുപോലെ ഒന്ന് ഓർത്തിരിക്കുക. ഇനി നമുക്ക് ഇന്റഗ്രേഷന്റെ കുറച്ച് റിസൾട്ടുകളാണ്. അത് ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് പഠിച്ചിട്ടുള്ളതാണെങ്കിൽ പോലും LET സ്റ്റുഡൻസിന് വേണ്ടി നമ്മൾ അതൊന്ന് പറയുകയാണ്. സ്റ്റാൻഡേർഡ് റിസൾട്ട് ഫോർ ഇന്റഗ്രേഷൻ. ഒന്ന്, ഇന്റഗ്രൽ എക്സ് റൈസ് ടു എൻ ഡി എക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എക്സ് റൈസ് ടു എൻ പ്ലസ് 1 ബൈ എൻ പ്ലസ് 1 പ്ലസ് എ കോൺസ്റ്റന്റ്. അപ്പൊ ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലുള്ള ഇന്റഗ്രേഷൻ ഉണ്ട്. ഏതൊക്കെയാ? ഡെഫിനിറ്റ് ഇന്റഗ്രലും ഇൻഡെഫിനിറ്റ് ഇന്റഗ്രലും. ഡെഫിനിറ്റ് ഇന്റഗ്രൽ എന്ന് പറയുമ്പോൾ ആസ് എ ലിമിറ്റ് ഓഫ് എ സം. ഡെഫിനിറ്റ് ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ ഇന്റഗ്രലിനകത്ത് ലിമിറ്റും കൂടെ വരുന്നതാണ്. ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ എന്ന് പറയുമ്പോൾ ലിമിറ്റ് ഇല്ലാത്തതാണ്. ഇൻഡെഫിനിറ്റ് ഇന്റഗ്രലിന്റെ ഇന്റഗ്രേഷൻ പൂർത്തിയാകണമെങ്കിൽ ആഫ്റ്റർ ഇന്റഗ്രേഷൻ വി ഹാവ് ടു ആഡ് എ കോൺസ്റ്റന്റ് സി. ഇനി രണ്ടാമത്തെ ഇന്റഗ്രൽ സൈൻ എക്സ് എന്താണ്? ഓർത്തിരിക്കുക, ഇന്റഗ്രൽ സൈൻ എക്സ് മൈനസ് കോസ് എക്സ് ആണ്. എന്തുകൊണ്ടാ? ഇന്റഗ്രേഷന് വേണ്ടി റിസൾട്ടുകൾ പ്രത്യേകിച്ച് കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു കാര്യം മാത്രം ആലോചിച്ചാൽ മതി, ഇന്റഗ്രലിനകത്ത് വന്നിരിക്കുന്ന ഫംഗ്ഷൻ ആരുടെ ഡെറിവേറ്റീവ് ആണ്? ഓർത്തിരിക്കുക, ഇന്റഗ്രലിനകത്ത് വന്നിരിക്കുന്ന ഫംഗ്ഷൻ ആരുടെ ഡെറിവേറ്റീവ് ആണെന്ന് ഓർത്താം. അതാണ് ഇന്റഗ്രൽ ഓഫ് ദാറ്റ് ഫംഗ്ഷൻ. അപ്പൊ ഇന്റഗ്രൽ സൈൻ എക്സ് ആരുടെ ഡെറിവേറ്റീവ് ആണ്? കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് ആണ്. അപ്പോൾ നമുക്ക് അവിടെ സൈൻ എക്സ് കിട്ടണമെങ്കിൽ മൈനസ് കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് ആണ് അല്ലേ? നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഇവിടെ നമുക്ക് നോക്കാം. ഡി ബൈ ഡി എക്സ് ഓഫ് മൈനസ് കോസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് ഓഫ് ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്. സോ ഫൈനൽ ആൻസർ നമുക്ക് സൈൻ എക്സ് എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇത്രയും ഓർത്തിരുന്നാൽ മതി. ഇന്റഗ്രൽ സൈൻ എക്സ് മൈനസ് കോസ് എക്സ് ആണ്. എന്തുകൊണ്ടാണ്? മൈനസ് കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് ആണ് സൈൻ എക്സ്. ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റിവേഴ്സ് പ്രോസസ് ഓഫ് ഡിഫറൻസിയേഷൻ. ഡിഫറൻസിയേഷനകത്ത് നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിന്റെ നേരെ റിവേഴ്സ് പ്രോസസ് ആണ് ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്. 3, ഇന്റഗ്രൽ കോസ് എക്സ്. ഒന്ന് പറഞ്ഞോട്ടെ. ഇന്റഗ്രൽ കോസ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഇന്റഗ്രലിനകത്തിരിക്കുന്ന കോസ് എക്സ് ആരുടെ ഡെറിവേറ്റീവ് ആണെന്ന് ആലോചിച്ചാൽ മതി. ആരുടെ ഡെറിവേറ്റീവ് ആണ്? സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് ആണ്. സോ ഇതിന്റെ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് പ്ലസ് സി. 4, ഇന്റഗ്രൽ ടാൻ എക്സ് ഡി എക്സ് എന്താണ്? അപ്പൊ അതിന് മുമ്പ് നമ്മളൊരു റിസൾട്ട് കൂടെ അറിഞ്ഞിരിക്കണം. അത് നമുക്ക് ഞാൻ ഇങ്ങോട്ട് എഴുതുകയാണ്. ഇന്റഗ്രൽ 1 ബൈ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ ലോഗ് മോഡ് എക്സ് പ്ലസ് സി. മോഡുലസ് നിങ്ങൾ എഴുതുമ്പോൾ ആലോചിച്ചാൽ മതി. സിംപ്ലി ലോഗ് എക്സ് എന്ന് എടുത്തേ. ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് 1 ബൈ എക്സ് ആണ്. ആ 1 ബൈ എക്സ് ആണ് ഇന്റഗ്രലിനകത്ത് വന്നിരിക്കുന്നത്. അപ്പൊ 1 ബൈ എക്സ് ആരുടെ ഡെറിവേറ്റീവ് ആണ്? ലോഗ് എക്സിന്റെ. അപ്പൊ ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കുക. ഇവിടെ ഒരു ഫ്രാക്ഷൻ ആണ് വന്നിരിക്കുന്നത്. 1 എന്ന് പറയുന്നത് ന്യൂമറേറ്ററും ഡിനോമിനേറ്റർ എക്സുമാണ്. അപ്പൊ അവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഹിയർ ന്യൂമറേറ്റർ ഈസ് ദ ഡെറിവേറ്റീവ് ഓഫ് ദ ഡിനോമിനേറ്റർ. അപ്പൊ ഇന്റഗ്രലിനകത്ത് ഒരു ഫ്രാക്ഷൻ വന്നാൽ ആദ്യം നമ്മൾ ആലോചിക്കേണ്ടുന്നത് ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് ആണോ ന്യൂമറേറ്ററിൽ ഇരിക്കുന്നത്. ആണെങ്കിൽ ഇന്റഗ്രേഷൻ സിമ്പിൾ ആണ്. ദാറ്റ് ഈസ് ലോഗ് ഓഫ് ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ലോഗ് ഓഫ് മോഡുലസ് ഓഫ് ഡിനോമിനേറ്റർ. അതാണ് ഇന്റഗ്രൽ. അപ്പോൾ ഇവിടെ ഇന്റഗ്രൽ ടാൻ എക്സ്, അതിന്റെ ഇന്റഗ്രൽ നമുക്ക് എങ്ങനെ എഴുതാം? ഇന്റഗ്രൽ ടാൻ എക്സിനെ നമുക്ക് ഇന്റഗ്രൽ സൈൻ എക്സ് എ ബൈ കോസ് എക്സ് എന്ന് എഴുതാം അല്ലേ? കാരണം ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് എ ബൈ കോസ് എക്സ്. അപ്പൊ ഇവിടെ നോക്കി, ഇവിടെ ഒരു ഫ്രാക്ഷൻ ആയി. ഫ്രാക്ഷൻ ആകുമ്പോൾ നമ്മൾ ആലോചിക്കുന്നത് ന്യൂമറേറ്റർ ആരുടെ ഡെറിവേറ്റീവ്, ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് ആണോ? ഇവിടെ ഡിനോമിനേറ്റർ കോസ് എക്സ് ആണ്. കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് ആണ്. എന്നാൽ ഇവിടെ മൈനസ് ഇല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഇരിക്കുന്ന ആ പ്ലസിനെ മൈനസ്, ഇന്റഗ്രലിന് പുറത്തും ഒരു മൈനസ് കൊടുക്കാം, ഇന്റഗ്രലിനകത്തും ഒരു മൈനസ് കൊടുക്കാം. അപ്പോഴെന്താവും? ഒന്നുകൂടെ എഴുതാം ഞാൻ. സോ ദാറ്റ് ഈസ് ഇന്റഗ്രൽ മൈനസ് മൈനസ് സൈൻ എക്സ് ബൈ കോസ് എക്സ് ഡി എക്സ് അല്ലേ? ഇപ്പോൾ നമുക്ക് എന്തായി?
ഇന്റഗ്രലിനകത്തിരിക്കുന്ന ന്യൂമറേറ്റർ എന്ന് പറയുന്നത് ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവായി. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? മൈനസ് ലോഗ് ഡിനോമിനേറ്റർ കോസ് എക്സ് എന്ന് എഴുതാം അല്ലെ. അതായത് ലോഗ് കോസ് എക്സ് റൈസ് ടു -1 ലോഗ് എ റൈസ് ടു ബി എന്ന് പറയുന്നത് ബി ലോഗ് എ ആണ്. അപ്പൊ ലോഗ് കോസ് എക്സ് റൈസ് ടു -1 എന്ന് പറഞ്ഞാൽ ലോഗ് ഓഫ് 1/cos x. 1/cos x എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലോഗ് സീക്ക് എക്സ് ആണ് അല്ലെ. ഇനി നമുക്ക് മോഡുലസ് കൂടെ ഇട്ട് കൊടുക്കാം പ്ലസ് സി. അപ്പൊ ഇന്റഗ്രൽ ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ ലോഗ് മോഡ് സീക്ക് എക്സ് പ്ലസ് സി. അതുപോലെ അടുത്തത് ഫിഫ്ത്ത് വൺ. അപ്പൊ നമ്മള് ഇന്റഗ്രൽ ടാൻ എക്സ് പറഞ്ഞു. ഇനി ഇന്റഗ്രൽ സീക്ക് എക്സ് ടാൻ എക്സ് ഡി എക്സ് എന്താണ്? അപ്പൊ സീക്ക് എക്സ് ടാൻ എക്സ് ആരുടെ ഡെറിവേറ്റീവ് ആണ്? അപ്പൊ നമുക്കറിയാം സീക്ക് എക്സിന്റെ ഡെറിവേറ്റീവ് ആണ്. അപ്പം ഇന്റഗ്രൽ സീക്ക് എക്സ് ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ സീക്ക് എക്സ് പ്ലസ് സി. അതുപോലെ തന്നെ ഇന്റഗ്രൽ കൊസീക്ക് എക്സ് കോട്ട് എക്സ് ആരുടെ ഡെറിവേറ്റീവ് ആണ്? കൊസീക്ക് എക്സ് കോട്ട് എക്സ്. അപ്പൊ കൊസീക്ക് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് കൊസീക്ക് എക്സ് കോട്ട് എക്സ് ആണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? മൈനസ് കൊസീക്ക് എക്സ് പ്ലസ് സി എന്ന് എഴുതാം. ഇനി ഇന്റഗ്രൽ സീക്ക് സ്ക്വയർ എക്സ് ഡി എക്സ്. സീക്ക് സ്ക്വയർ എക്സ് ആരുടെ ഡെറിവേറ്റീവ് ആണ്? ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് ആണ്. അപ്പൊ ടാൻ എക്സ് പ്ലസ് സി. ഇനി ഇന്റഗ്രൽ കൊസീക്ക് സ്ക്വയർ എക്സ് ആരുടെ ഡെറിവേറ്റീവ് ആണ്? കൊസീക്ക് സ്ക്വയർ എക്സ്. കൊസീക്ക് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? കൊസീക്ക് എക്സിന്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം മൈനസ് കൊസീക്ക് എക്സ് കോട്ട് എക്സ്. അപ്പം ഇന്റഗ്രൽ സീക്ക് സ്ക്വയർ എക്സ് ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ്. ഇന്റഗ്രൽ കൊസീക്ക് സ്ക്വയർ എക്സ് കോട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? കോട്ട് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് കൊസീക്ക് സ്ക്വയർ എക്സ് ആ അല്ലേ. അപ്പം മൈനസ് കോട്ട് എക്സ് പ്ലസ് സി. ഇനി 9 ഇന്റഗ്രൽ ഇ റൈസ് ടു എ എക്സ് സൈൻ ബി എക്സ്. ഇത് ഓർത്തിരുന്നോണം, നമുക്കിവിടെ പൊറിയലിന് ചെയ്യുമ്പോൾ വേണ്ടുന്നതായ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ്. ഇ റൈസ് ടു എ എക്സ് സൈൻ ബി എക്സ് ഡി എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു എ എക്സ് ബൈ ഇ റൈസ് ടു എ എക്സിന്റെ നമ്മൾ പറഞ്ഞില്ലല്ലോ, അതും കൂടെ ഒന്ന് എഴുതിയിട്ട് പോവാം. ഇ റൈസ് ടു എ എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? ഇ റൈസ് ടു എ എക്സ് തന്നെയാണ്. ഇ റൈസ് ടു എക്സിന്റെ ഇ റൈസ് ടു എ എക്സ് വരുമ്പോൾ ഡിവൈഡ് ബൈ എ വരും. ഇ റൈസ് ടു എക്സ് ഡി എക്സ് ഇ റൈസ് ടു എക്സ് തന്നെയാണ്. പിന്നെ കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് എന്താണ്? കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് 0 ആണ്. അപ്പം ഇന്റഗ്രൽ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഇന്റഗ്രലിനകത്ത് ഡി എക്സ് ഡിഫറൻഷ്യൽ ഡി എക്സിനോടൊപ്പം മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത് 1 ആണ്. അപ്പൊ 1 ആരുടെ ഡെറിവേറ്റീവ് ആണ്? എക്സിന്റെ ഡെറിവേറ്റീവ് ആണ് എക്സ് പ്ലസ്. ഇനി നമുക്ക് പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2-3 റിസൾട്ടുകൾ അതൊന്ന് ഓർത്തിരിക്കുക. ഇമ്പോർട്ടൻറ്റ് റിസൾട്ട്സ്. 1 ഇന്റഗ്രൽ ഇ റൈസ് ടു എ എക്സ് സൈൻ ബി എക്സ് ഡി എക്സ്. So that is e raised to ax by a square plus b square into a sin bx minus b cos bx. ഇതാണ് അതിന്റെ ഇന്റഗ്രൽ. So e raised to x cos bx dx. So e raised to x by a square plus b square into a cos bx plus b sin bx. 3 ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് പറഞ്ഞാൽ റൂട്ട് പൈ ആയിരിക്കും. അപ്പൊ ഇതിൽ നിന്നും നമുക്ക് മറ്റൊരെണ്ണം പറയാം. ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് ഈക്വൽ ടു റൂട്ട് പൈ ബൈ 2. അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന വേറെ റിസൾട്ട് പറയണം, അതും കൂടെ പറഞ്ഞിട്ട് ഞാനത് പറയാം. ഇപ്പൊ ഇങ്ങനെ ഓർത്തിരിക്കുക. ദെൻ 4 ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി സൈൻ എ എക്സ് ബൈ എ ഡി എക്സ് വേറെ എ ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ അത് പൈ ബൈ 2 ആയിരിക്കും. അപ്പോൾ ഇത് ഈ 4 റിസൾട്ടുകളും നമ്മൾ മസ്റ്റായിട്ടും അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഫൊറിയർ ഇന്റഗ്രൽ ചെയ്യാനായിട്ട് കഴിയുള്ളൂ. ഇനി അതുപോലെ തന്നെ ഈവൻ ഫംഗ്ഷൻ വരുമ്പോഴുള്ള ചില പ്രത്യേകതകൾ നോക്കാം. അപ്പൊ ഇന്റഗ്രൽ മൈനസ് എ ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് പിന്നെ 2 ഇൻറ്റു ഇന്റഗ്രൽ 0 ടു എ എഫ് ഓഫ് എക്സ്
dx എന്ന് എഴുതാം. if f of x is even and equal to 0 if f of x is odd. അപ്പോൾ ഓർത്തിരിക്കേണ്ടുന്ന ഒരു കാര്യം, ഇന്റഗ്രൽ മൈനസ് എ ടു എ, അതായത് ഒരു പർട്ടിക്കുലർ കോൺസ്റ്റന്റിന്റെ നെഗറ്റീവ് മുതൽ പോസിറ്റീവ് ആണ് എടുത്തിരിക്കുന്നത് എങ്കിൽ നമ്മൾ അതിന്റെ ഇന്റഗ്രൽ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ആ ഫംഗ്ഷൻ ഈവൻ ആണോ ഓഡ് ആണോ എന്ന് നോക്കണം. വെറുതെ ഇന്റഗ്രേറ്റ് ചെയ്ത് നമ്മുടെ സമയം കളയരുത്. ആദ്യം ആ ഫംഗ്ഷൻ ഈവൻ ആണോ ഓഡ് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അത് നമ്മൾ ഓൾറെഡി പഠിച്ചു. ഈവൻ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ എക്സിന് പകരം -x കൊടുക്കുക. അപ്പോൾ എഫ് ഓഫ് എക്സ് തന്നെ തിരിച്ചു കിട്ടിയാൽ ഫംഗ്ഷൻ ഈവൻ ആയിരിക്കും. മൈനസ് ഓഫ് എഫ് ഓഫ് എക്സ് ആണ് കിട്ടുന്നതെങ്കിൽ ഫംഗ്ഷൻ ഓഡ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ അത് ഇന്റഗ്രേറ്റ് ചെയ്യാനേ പോകണ്ട, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അതിന്റെ ആൻസർ 0 എന്ന് എഴുതാം. ഈവൻ ആണെങ്കിൽ നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാനുള്ള സൗകര്യം 2 × 0 to a f of x dx. അതുപോലെ തന്നെ ഇന്റഗ്രൽ 0 to 2a f of x dx ഈക്വൽ ടു 2 × 0 to a f of x dx എന്ന് എഴുതാം. if f of 2a minus x എന്ന് പറയുന്നത് f of x തന്നെയാണെങ്കിൽ and equal to 0 if f of 2a minus x is equal to minus f of x ആണ്. ഇത് രണ്ടും ക്ലബ് ചെയ്ത് വരുന്ന റിസൾട്ടുകളാണ്. ഇനി 4, 5 അല്ലേ. ഇനി നമുക്ക് ഇത് ഉള്ളത് ലെറ്റുകാർ പഠിച്ചിട്ടുള്ളതാണ്, ഡിപ്ലോമയ്ക്ക് പഠിച്ചിട്ടുള്ളതാണ്. എങ്കിലും ഞാനതൊന്ന് പറയാണ്, അറിഞ്ഞിരിക്കേണ്ടുന്നതായ ചില സബ്സ്റ്റിറ്റ്യൂഷൻസ്. സൈൻ എ പ്ലസ് ബി. സൈൻ എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി. 2 സൈൻ എ മൈനസ് ബി എന്ന് പറയുമ്പോൾ സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി. ഇതിനെ ഞാൻ ഇക്വേഷൻ 1 എന്ന് വിളിക്കുന്നു, ഇതിനെ ഇക്വേഷൻ 2 എന്ന് വിളിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനും കൂടെ ആഡ് ചെയ്യുമ്പോൾ, അതായത് സൈൻ എ പ്ലസ് ബി പ്ലസ് സൈൻ എ മൈനസ് ബി എന്ന് പറയുന്നത് എന്ത് കിട്ടും? ഇവിടെ ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ്, സെയിം ക്വാണ്ടിറ്റി പോസിറ്റീവ് നെഗറ്റീവ് ആകുമ്പം അത് ക്യാൻസൽ ആയി പോകും. ബാക്കി 2 ടൈംസ് സൈൻ എ കോസ് ബി. ഇത് നമ്മൾ ഡിപ്ലോമയ്ക്ക് പഠിച്ചിട്ടുള്ളതാണ്, എങ്കിലും ഞാൻ ഒന്നുകൂടെ പറഞ്ഞു എന്ന് മാത്രം. ഇനി 1 നിന്നും 2 സബ്ട്രാക്ട് ചെയ്താൽ എന്ത് കിട്ടും? അതായത് സൈൻ എ പ്ലസ് ബി മൈനസ് സൈൻ എ മൈനസ് ബി ആകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അപ്പൊ ഇവിടെ നെഗറ്റീവ് വരും. അപ്പൊ സൈൻ എ കോസ് ബി മൈനസ് സൈൻ എ കോസ് ബി, അപ്പൊ അത് ക്യാൻസൽ ആയി പോകും. ഇവിടെ കോസ് എ സൈൻ ബി മൈനസ് മൈനസ് കോസ് എ സൈൻ ബി, അപ്പൊ മൈനസ് മൈനസ് പ്ലസ് ആയി. അപ്പം 2 ടൈംസ് കോസ് എ സൈൻ ബി എന്ന് കിട്ടും. ഇനി അതുപോലെ നമുക്ക് കോസ് എ പ്ലസ് ബിയുടെ നോക്കാം. കോസ് എ പ്ലസ് ബി ഈക്വൽ ടു കോസ് എ കോസ് ബി. കോസിനൊരു പ്രത്യേകതയുണ്ട്, പ്ലസ് ആണെങ്കിൽ മൈനസ് ആയി പോകും. കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി. ആൻഡ് കോസ് എ മൈനസ് ബിയോ ഈക്വൽ ടു കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി. ഇതിനെ ഞാൻ ഇക്വേഷൻ 3 എന്നും ഇതിനെ ഇക്വേഷൻ 4 എന്നും വിളിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 3 + 4 എടുക്കാം. മുമ്പേ ചെയ്തതുപോലെ നമ്മൾ ആദ്യം ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്നു. 3 + 4 എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് കോസ് എ പ്ലസ് ബി പ്ലസ് കോസ് എ മൈനസ് ബി, ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ടൈംസ് കോസ് എ കോസ് ബി എന്ന് കിട്ടും. ഇനി 3 - 4 എടുത്താൽ നമുക്കൊരു മൈനസ് വരും, അതുകൊണ്ട് ഞാൻ 4 - 3 എടുക്കുക. 4 - 3 ആകുമ്പോഴോ കോസ് എ മൈനസ് ബി മൈനസ് കോസ് എ പ്ലസ് ബി ഈക്വൽ ടു എന്തായി? 2 ടൈംസ് മൈനസ് വരുമ്പോൾ ഇവിടുത്തെ ഫസ്റ്റിന് മൈനസ് വരും, മൈനസും പ്ലസും മൈനസ് ക്യാൻസൽ ആയി, ഇത് പോസിറ്റീവ് ആവും. 2 ടൈംസ് സൈൻ എ സൈൻ ബി എന്ന് കിട്ടും. ഇനി ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് 3 - 4 എടുക്കാം. 3 - 4 എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഇവിടെ ഒരു നെഗറ്റീവ് വരും എന്നുള്ളതാണ്. അതായത് കോസ് എ പ്ലസ് ബി മൈനസ് കോസ് എ മൈനസ് ബി ഈക്വൽ ടു എന്ത് കിട്ടും? -2 സൈൻ എ സൈൻ ബി എന്ന് കിട്ടും. അത് ഓർത്ത് പറയാം. ഇത് രണ്ടില് ഏതെങ്കിലും ഒന്ന് ഓർത്തിരുത്. ആക്ച്വലി ഇതൊന്നും കാണാൻ പഠിക്കേണ്ട ആവശ്യമില്ല.
നമുക്ക് എന്താ മതി? കോസ് എ പ്ലസ് ബി എന്താണ്, കോസ് എ മൈനസ് ബി എന്താണ്, സൈൻ എ പ്ലസ് ബി എന്താണ്, സൈൻ എ മൈനസ് ബി എന്താണ് അറിയാമെങ്കിൽ നമുക്ക് അന്നേരം നമ്മുടെ മനസ്സിൽ തന്നെ അത് ഓർത്ത് നമുക്ക് സം ചെയ്യണമെങ്കിൽ സം ചെയ്യാം, ഡിഫറൻസ് എടുക്കണമെങ്കിൽ ഡിഫറൻസ് എടുക്കാം. അപ്പം നമുക്ക് ഫോറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഫോറിയർ സീരീസിൽ നിന്ന് വരുന്നതാണ്. ഫോറിയർ സീരീസ് ഈസ് ആൻ ഇൻഫിനിറ്റ് സീരീസ് റെപ്രസെന്റേഷൻ ഓഫ് ദ പീരിയോഡിക് ഫംഗ്ഷൻസ് ഓഫ് ട്രിഗണോമെട്രിക് സൈൻ ആൻഡ് കോസൈൻ ഫംഗ്ഷൻ. സൈൻ്റെയും കോസിൻ്റെയും ടേംസുകൾ മാത്രമേ വരത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് സൈൻ്റെയും കോസിൻ്റെയും കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി ഫോറിയർ ട്രാൻസ്ഫോം പഠിക്കാനായിട്ട്, അല്ലെങ്കിൽ ഫോറിയർ ഇൻ്റഗ്രൽ പഠിക്കാനായിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇത്രയും കാര്യങ്ങൾ കൃത്യമായി പഠിച്ചതിന് ശേഷം മാത്രമേ നമ്മുടെ യൂഷ്വൽ സിലബസിലേക്ക് നിങ്ങൾ കയറാവൂ, അല്ലെങ്കിൽ ആ യൂഷ്വൽ ക്ലാസ്സുകൾ കാണാവൂ. അല്ലെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാകാതെ വരും. അത് മാത്രമല്ല, ആദ്യമേ പാടാണ് എന്നൊരു തോന്നലുണ്ടായാൽ പിന്നെ അത് പഠിക്കാൻ ബുദ്ധിമുട്ടുമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ബേസിക് ക്ലാസ്സിൽ ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം കൃത്യമായി, ഇത് കുറേയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതെല്ലാം കൃത്യമായി ഒന്ന് പഠിച്ച് മനസ്സിൽ ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ, എഴുതി തന്നെ പഠിക്കണം, മാത്രമേ നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാവൂ. ഇത്രയും കാര്യങ്ങൾ അറിയാമെങ്കിൽ ഫോറിയർ ഇൻ്റഗ്രൽ ആൻഡ് ഫോറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്ന മൊഡ്യൂള് വളരെ ഈസി ആയിട്ട് അതിൻ്റെ ഫുൾ മാർക്കും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് സിലബസിലേക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് നമ്മുടെ യൂഷ്വൽ സിലബസ് പ്രകാരം അങ്ങോട്ട് പോകാം. ഓക്കെ, ബൈ.